ഗേസ് അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നന്ദിയുണ്ടല്ലോ ബിഗ് ബോസ് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നലെ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിന്, അതിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചാനൽ കട്ടായത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടേന് കേട്ടോ. പെട്ടെന്ന് $100 ആവണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടതേനു. അന്നൊന്നും യൂട്യൂബിൻ്റെ അത്ര പോളിസിയും കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധിച്ചും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് തന്നെ ഇട്ടോക്കട്ടെ എന്ന്. പോയി കിട്ടിയാൽ കിട്ടിയില്ലേ പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളെ ബിഗ് ബോസ് സീസൺ 7 ആണല്ലേ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 7-ലുണ്ടല്ലോ ഒരു ഇതൊക്കെ അറിയാത്ത ആൾക്കാരാണല്ലേ. നമ്മൾ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് 4-5 ആളെ മാത്രമേ പരിചയമുള്ളൂ കേട്ടോ. അത്രേ പിന്നെ അറിയുള്ളൂ. നമ്മളെ രേണുസുതിനെ പിന്നെ അറിയാത്തവരും ആരും ഇല്ലല്ലോ അല്ലേ. രേണുസുതി ഉണ്ട്, പിന്നെ അതേമാതിരിക്ക് തന്നെ നമ്മളെ നൂറ, ഓലൊക്കെ അവരൊക്കെ തന്നെ അറിയുള്ളൂ കേട്ടോ. പിന്നെ അക്ബർ, അങ്ങനെ ഓലയൊക്കെ പാട്ടുകാർ അക്ബർ, അങ്ങനത്തെയൊക്കെയാണ് അറിയുക. അപ്പോൾ അതാ സീസൺ 7 ഉണ്ടല്ലോ. നമ്മൾ കണ്ട് ഇങ്ങനെ ഇതാകുമ്പോഴാണ് അതിൻ്റെ ഒരു അവസാനം ഒക്കെ ആകുമ്പോഴാണല്ലേ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരിക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജാസ്മിൻ ഉണ്ടായിട്ട് അങ്ങനെ നല്ല ഭംഗി കാര്യങ്ങൾ, ഗബ്രീൻ ജാസ്മിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാണാനൊക്കെ നല്ല ഭംഗി ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന ആരെന്ന് വെച്ചാൽ രേണുസുതിനെയാണ്. അപ്പോൾ രേണുസുതി കുറേ വിമർശനവും കാര്യങ്ങളും ബേഡ് വാക്കും കാര്യങ്ങളൊക്കെ കേട്ട് ഒക്കെ കഴിഞ്ഞ് കയറിയതാണ് അല്ലേ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം, ഒരുവിധമല്ല എല്ലാവർക്കും അറിയും അവളെ പറ്റിയിട്ടില്ലേ. അപ്പോൾ കുറേ ഇപ്പോൾ എല്ലാവരും നല്ല വാക്കിനെ കാര്യങ്ങളും ഇതൊക്കെയാണ് പറയുന്നത് റീനസുദിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ 2 റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ മറ്റേ ചാനലിൽ. 2-3 ഇട്ടിട്ടുണ്ടായിന്. പക്ഷേ ഫസ്റ്റൊക്കെ ഞാൻ നല്ല പിന്നെ സപ്പോർട്ടായിട്ട് തന്നെയാണ് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പാവം തോന്നിയിട്ടോ. അവൾ പിന്നെ ഹസ്ബൻഡ് മരിച്ച് ഇങ്ങനെ കുട്ടികളൊക്കെ നോക്കാനും വേണ്ടിയിട്ടുള്ള അഭിനയവും കാര്യങ്ങളും കഷ്ടപ്പാടുകളൊക്കെ കണ്ടപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും സഹതാപം തോന്നിപ്പോയി കേട്ടോ. അങ്ങനെ 2 വീഡിയോ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരച്ഛനും വീടിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബിഗ് ബോസിൻ്റെ വീഡിയോസ് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനിങ്ങനെ വോയിസ് കൊടുത്താണ് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന വഴിക്ക് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ അറിയില്ല കേട്ടോ. പറ്റുമെങ്കിൽ ഇടില്ലേ, ഒഴിവാക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. കിട്ടി ഇനിയിപ്പോൾ ഈ ചാനൽ ഇനി എത്രയായാലും കുറച്ച് ഒന്ന് സെറ്റാവാതെ പിന്നെ ഇത് മോണിറ്റേഷനും ഇതൊക്കെ കട്ടായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെറ്റായി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ തന്നെ ഒരു അസ്സലാമു